മോർണിംഗ് ഷോയിൽ ഇനി അതിഥികൾക്കുള്ള സമയമാണ്. ഇന്ന് മോർണിംഗ് മുഖത്തിൽ അതിഥിയായി എത്തുന്നത് പുതിയ ചിത്രമായ, നമുക്കറിയാം കലാഭവൻ മണി അവസാനമായി അഭിനയിച്ച ചിത്രമെന്ന പേരിൽ പുറത്തിറങ്ങിയ യാത്ര ചോദിക്കാതെ എന്ന ചിത്രത്തിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത മനു രാജാണ്. മനു, മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എന്റെ നമസ്കാരം. ആദ്യം തന്നെ ചിത്രത്തിനെ കുറിച്ചുള്ള പ്രതികരണങ്ങളായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയേണ്ടത്. പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്. കാരണം ചിത്രം നേരത്തെ പറഞ്ഞതുപോലെ കലാഭവൻ മണി അവസാനമായി അഭിനയിച്ചതുകൊണ്ടും ആ രീതിയിൽ തന്നെ ചിത്രം വരാനിരിക്കുന്നു എന്ന് ആ സമയം മുതലേ പറഞ്ഞു കേൾക്കുന്നത് കൊണ്ടും വളരെ പ്രതീക്ഷയോടെയാണ് ആളുകൾ ചിത്രത്തെ തിയേറ്ററിൽ കണ്ടത്. എങ്ങനെയാണ് ലഭിക്കുന്ന പ്രതികരണങ്ങൾ? തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തിയേറ്ററിൽ ഇതുവരെ കണ്ടതിൽ നല്ല ഒരു ജനങ്ങളുടെ ഒരു പ്രത്യേകിച്ച് ഏറെ അഭിപ്രായമുള്ള ഒരു ചിത്രം, മണിച്ചേട്ടൻ്റെ വാസന്തി ലക്ഷ്മിക്ക് ശേഷം ഏറെ അഭിപ്രായമുണ്ടാക്കിയ ഒരു ചിത്രം, അതാണ് തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്. നല്ല ക്രൗഡുണ്ട്. ഏതായാലും അതിന് ആദ്യം തന്നെ പ്രത്യേകിച്ച് മണിച്ചേട്ടൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ പ്രത്യേകം നന്ദി, സ്നേഹം ജനങ്ങളോട് അറിയിക്കുകയാണ്. എന്താണ് ചിത്രത്തിന്റെ പ്രമേയത്തെക്കുറിച്ചും ചിത്രത്തിലെ മനുവിന്റെ കഥാപാത്രത്തെക്കുറിച്ചും പറയാനുള്ളത്? ഒപ്പം മണിച്ചേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻസ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ഒരു അഭിനയ അനുഭവങ്ങളൊക്കെ ഇപ്പോൾ ഓർത്തെടുക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, ഞാൻ മണിച്ചേട്ടനെ എന്ന് പറഞ്ഞാൽ 5-6 ചിത്രങ്ങൾ ചെയ്തു കഴിഞ്ഞു. പക്ഷേ എന്നെ ഒരു നടൻ എന്നുള്ള നിലയിലല്ല അദ്ദേഹം കണ്ടിരുന്നത്. ഒരു സഹോദരൻ എന്നുള്ളതിൽ കൂടെ വർക്ക് ചെയ്ത കോവർക്കേഴ്സിനെ എല്ലാം അറിയാം. കൂടെ വർക്ക് ചെയ്ത എല്ലാ ആർട്ടിസ്റ്റുകൾക്കും, ആർട്ടിസ്റ്റ് എന്നുള്ള എല്ലാ ടെക്നീഷ്യന്മാർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്യാരക്ടറാണ് മണിച്ചേട്ടനെ. ഒരു സ്വന്തം സഹോദരനെ പോലെ തന്നെയാണ് എന്നെ കണ്ടുകൊണ്ടിരുന്നത്. വളരെ വിഷമകരമായ വാർത്തകളായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ പലപ്പോഴും പലരും പിടിച്ചിട്ട് ഞാൻ മീഡിയയിൽ നിന്നൊക്കെ മാറി നിൽക്കായിരുന്നു. പക്ഷെ വളരെ വിഷമമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, തമ്പുരാൻ ഓരോന്ന് തീരുമാനിക്കുന്നു, അത് അനുസരിച്ചാണ് മുമ്പോട്ട് നീങ്ങുന്നത്. പിന്നെ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഇതിൻ്റെ സംവിധായകനായ അനീഷ് വർമ്മ ആദ്യം ഈ ചിത്രത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ, ഈ ചിത്രത്തിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഞാനതിങ്ങനെ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് എൻ്റെ ഒരു അല്പസ്വല്പം ഫ്രോഡായിട്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയക്കാരെല്ലാം ഫ്രോഡാണെന്നല്ല പറഞ്ഞത്. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പിന്നെ ലാസ്റ്റ് ഈ ബാലൻ എന്ന മണിച്ചേട്ടൻ്റെ കഥാപാത്രത്തിനെ ഒരുപാട് വിമർശിക്കുകയും പിന്നെ ലാസ്റ്റ് ഇത് അദ്ദേഹത്തെ അനുകൂലിക്കുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. ഇതിൻ്റെ തിരക്കഥാകൃത്തായ ഹരിലാൽ ഹരിപ്പാട് എന്ന് പറഞ്ഞ നമ്മുടെ ഹരിച്ചേട്ടൻ എന്ന് പറഞ്ഞ ആൾ ഈ കഥ എന്നോട് പറയുമ്പോൾ അത് എനിക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലായി. കാരണം തീർച്ചയായിട്ടും വളരെയധികം മെസ്സേജ് പ്രത്യേകിച്ച് ഫാമിലിയോടുകൂടി കാണേണ്ട കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള എല്ലാ മാതാപിതാക്കളും കാണേണ്ട ഒരു ചിത്രമാണ് യാത്ര ചോദിക്കാതെ. വളരെയധികം മെസ്സേജ്, വെറുതെ ഒരു ചിത്രത്തെക്കുറിച്ച് അങ്ങനെ പറയുകയല്ല. ഇപ്പം ഒരുപാട് റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നത് എൻ്റെ മുരളി എന്ന കഥാപാത്രം മാത്രമല്ല, ബാലൻ അസാധ്യമായിട്ടാണ് മണിച്ചേട്ടൻ വളരെ പക്വതയായിട്ട്, എന്തോ വളരെ സീരിയസ്, വളരെ പക്വതയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് യാത്ര ചോദിക്കാതെ. ചിത്രം ചിത്രീകരണമെല്ലാം പൂർത്തിയാക്കി. പക്ഷേ കുറച്ച് കാലതാമസം നേരിട്ടു ജനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി. ആ ഒരു കാലതാമസം ഒരു പക്ഷേ അതിനിടയിൽ സംഭവിച്ച സംഭവവികാസങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ, സമകാലിക പ്രസക്തമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്രാധാന്യം ചിത്രത്തിൽ നിന്ന് പിന്നോക്കം പോയി എന്ന് മനുവിന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതായി ഇപ്പം ഞാൻ പറയാമല്ലോ, തിയേറ്ററിൽ നിന്നുള്ള റിപ്പോർട്ട് നമുക്ക് നേരിട്ട് കാണാവുന്ന റിപ്പോർട്ടുകളാണ്. തിയേറ്ററിലുള്ള ക്രൗഡ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ രാഷ്ട്രീയപരമായിട്ടും എല്ലാം കൊണ്ടും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിക്കുന്ന, എല്ലായിടത്തും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതിന് രാഷ്ട്രീയം അല്ലെങ്കിൽ അതൊരു ഭാഷ അതിരുകളൊന്നുമില്ല. കാരണം അങ്ങനത്തെ ഒരു പ്രമേയമാണത്. ഈ പ്രമേയം നമുക്ക് പടം കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിത് കഥ പറയാൻ ഞാൻ ആളല്ല. എൻ്റെ റൈറ്റർ, അപ്പം ഡയറക്ടർ എല്ലാവരും ഉണ്ട്. പക്ഷേ ഈ കഥ പറഞ്ഞാൽ അത് കാണാനുള്ളൊരു സസ്പെൻസ്. കാരണം ഇപ്പോൾ ഈ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കഥ പറയുന്നില്ല. കാരണം ആദ്യം മുതൽ അവസാനം വരെ വളരെ അധികം ഈ ചിത്രം കണ്ട ശേഷം കണ്ണു നനയാതെ ഇറങ്ങാൻ നമുക്ക് സാധിക്കും. കാരണം മണിച്ചേട്ടൻ്റെ ഒരു ഇത് വിട്ടിട്ട് നമ്മുടെ സബ്ജക്റ്റ് ബേസിലും കണ്ണു നനയാതെ നമുക്ക് ഈ ചിത്രം കണ്ടിട്ട് ഇറങ്ങാൻ സാധ്യമല്ല. കാരണം ഒരു ഫാമിലി, നമ്മളെല്ലാവരും പ്രത്യേകിച്ചും നമ്മുടെ സമൂഹവുമായും കുടുംബവുമായും ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പം തീർച്ചയായിട്ടും കുടുംബം എന്ന് പറഞ്ഞാൽ ഇമ്പമുള്ളത് എന്നാണ്.
അപ്പോൾ അത്രയും നമ്മുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ കണ്ണു നിറയാതെ ഇറങ്ങാൻ സാധ്യമല്ല. അത്രയ്ക്ക് മനോഹരമായിട്ട് എടുത്തു വെച്ചിരിക്കുന്നതും രാമചന്ദ്രൻ എന്ന് പറഞ്ഞ രാമചന്ദ്രൻ ചേട്ടനാണ് ഇതിന്റെ ക്യാമറാമാൻ. അതുപോലെ ഇതിന്റെ സംവിധായകൻ അനീഷ് വർമ്മ, ഞാൻ പറഞ്ഞല്ലോ, വളരെ തന്മയത്തമായിട്ടാണ് ഈ ചിത്രം. യാതൊരുവിധ ഒരു കൃത്രിമത്വവും ഇല്ലാതെ, ഇതിൻ്റെ അകത്തൊരു ഫൈറ്റോ അങ്ങനെയുള്ള അടിയും പിടിയൊന്നും ഇല്ല. തനിക്ക് ഒരു ഫാമിലിക്ക് ധൈര്യപൂർവ്വം ഒരു അശ്ലീലമായിട്ടൊരു വാക്ക് പോലും ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടില്ല. വളരെ ഭംഗിയായിട്ടിരുന്ന് കാണാൻ പറ്റിയ ഒരു ചിത്രമായിരിക്കും യാത്ര യോജിക്കാതെ. മനുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മനുവിനെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ഇടവേള ബോധപൂർവം എടുത്തതായിരുന്നു? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനും മണിച്ചേട്ടനെ പോലെ തന്നെ ഒരു നാട്ടും പുറത്തുകാരനാണ്. ഞാൻ ചിലപ്പോൾ അവസരം ചോദിക്കാത്തതുകൊണ്ടാവാം എനിക്ക് അങ്ങനെ ഒരു അവസരം ചോദിച്ച് ഞാൻ അങ്ങനെ അധികം പോകാത്തതുകൊണ്ടാവാമായിരിക്കും. എന്താണെങ്കിലും ചില ക്യാരക്ടറുകൾ, നല്ല ക്യാരക്ടറുകൾ വരാൻ വേണ്ടി കാത്തിരുന്നതിന് കൊണ്ടാവാം. നമുക്കിപ്പം ഒരുപാട് ചിത്രങ്ങളുണ്ട് എന്നൊന്നും അവകാശപ്പെടുന്നില്ല. നമ്മൾ അങ്ങനെ ഒരു പണ്ട് കർമ്മമാർ പറയുന്ന പോലെ 100 മീറ്റർ വിൻ ചെയ്യണമെങ്കിൽ 1000 മീറ്റർ റിഹേഴ്സൽ ചെയ്യണം. ഞാൻ നോക്കിയിരുന്ന് കിട്ടിയ നമുക്ക് ഈ ദൈവാധീനം, ഈശ്വരന്റെ അനുഗ്രഹം അതൊന്നും അറിയാതെ നമ്മൾ മുമ്പോട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ചില ക്യാരക്ടറുകൾ അങ്ങനെ വന്ന് വീഴും. അപ്പോൾ അത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പ്രേക്ഷകരുടെ ഒരു ഇതും എല്ലാം കൂടെ നോക്കിയിട്ട് നമ്മൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നൊരു വിശ്വാസമുണ്ട്. അതിൻ്റെ ഒരു റെസ്പോൺസ് നമുക്ക് ഈ ചിത്രത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മനുവിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ ഒരു മുഖവരി ആവശ്യമില്ലാതെ നമുക്ക് എളുപ്പത്തിൽ പരിചയപ്പെടുത്തുന്ന ഒരു കാര്യം വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ രാജപ്പൻ എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഒരു അഭിനയ കഴിവ് അല്ലെങ്കിൽ ആ ഒരു കാലം തെളിയിച്ച ഒരു ആൾ ഒരിക്കലും അവസരത്തിന് വേണ്ടി എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ പൊതുവെ സ്വയം കണ്ടെത്തുന്ന വഴികളും സ്വയം തെളിക്കുന്ന പാതകളും തേടിയുള്ള യാത്ര അല്ലെങ്കിൽ നല്ല വേഷങ്ങൾക്കുള്ള കാത്തിരിപ്പ്, അത് മാത്രമാണ് ഉണ്ടായിരുന്നത്. രാജപ്പനിൽ നിന്ന് ഈ ചിത്രത്തിലേക്ക് എത്തുമ്പോൾ വരുന്ന മാറ്റം, സിനിമ മാറി, സാഹചര്യം മാറി, മനു ഒരുപാട് മാറിയിട്ടുണ്ടാവും. എങ്ങനെയാണ് കാണുന്നത്? നമ്മളിപ്പോ ഈ സമൂഹത്തിൽ തന്നെ ജീവിക്കുന്ന ആളുകളാണല്ലോ. നമ്മൾ മാറ്റം നമുക്ക് ഒരു അനിവാര്യമാണ്. കാരണം നമ്മൾ അങ്ങനെയൊന്നുമല്ല. നമ്മൾ സാധാരണ ഞാനിപ്പം എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ഉണ്ട്, ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ട്. എല്ലാത്തരം ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്തു പോകുന്ന ഒരു നാട്ടിൻപുറത്തുകാരനാണ് ഞാൻ. ഈ ക്യാരക്ടർ വന്നപ്പോൾ ഞാൻ ആ രാജപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ സത്യത്തിൽ ഒരു പാവം ഈ ക്യാരക്ടറാണ്. ഒരു നാട്ടിൻപുറത്തുകാരനായ താറാവുകാരൻ. അതിൽ നിന്നും ഈ ഫ്രോഡ് എന്ന് പറഞ്ഞ ഫ്രോഡല്ല, സത്യത്തിൽ ഒരു രാഷ്ട്രീയത്തിന്റെ ചില കളികളുണ്ട്. അത് നമുക്കറിയാമല്ലോ, ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നമ്മൾ അമ്പിളിച്ചേട്ടനൊക്കെ പ്രതിഫലിപ്പിച്ച ഒരുപാട് ക്യാരക്ടറുകളുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാലോചിച്ച് ചെയ്ത ഒരു സംഭവമാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഹരിലാൽ ഹരിപ്പാട് എന്ന് പറഞ്ഞ റൈറ്റർ നമ്മളിത് എഴുതി വെച്ച ഡയലോഗുകൾ പറയുക, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് മാനരസം കൊണ്ടുവരിക എന്നല്ലാതെ നമ്മൾ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ഏത് വർക്ക് തുടങ്ങുമ്പോഴും, എനിക്ക് സത്യം പറയാമല്ലോ, ഏത് പടം തുടങ്ങുമ്പോഴും ആദ്യത്തെ ഒരു ഷോട്ട് എടുക്കുമ്പോഴുള്ള ടെൻഷനുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എന്തോ അതിൻ്റെ അകത്ത് അങ്ങ് ഇതായി പോവും. അത് തമ്പുരാന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ പോകുന്നതാണ്. അത് ഗുരുക്കന്മാരുടെ അനുഗ്രഹമാവാം. രാജപ്പനെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീ സീരിയലിലെ സുഖിവിനെ പറ്റിയും പറയണം. കുടുംബ പ്രേക്ഷകരുടെ, എനിക്ക് തോന്നുന്നു ആ ഒരു കാലത്ത് സീരിയൽ ആരാധകരുടെയും പ്രേക്ഷകരുടെയും ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു. ഒരു കാലത്ത് മനു ഇല്ലാത്ത സീരിയലുകൾ ഒരുപക്ഷെ വീട്ടിനകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ആളുകളിൽ ഒരാളാണ് മനുരാജ്. അതുപോലെ തന്നെ ആൽബംസ്, ഒരുപാട് ആൽബം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ട്, ഞാൻ ഒരു 200ഓളം ആൽബങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇപ്പൊ ഈ ഒരു സീരിയലുകളുടെ ഭാഗമാകാനും അത്തരത്തിലുള്ള ഓഫറുകൾ വരാത്തത് കൊണ്ടാണോ, അതോ ബോധപൂർവം അങ്ങനെ ഒരു ശ്രമം നടത്താത്തത് കൊണ്ടാണോ? എന്താണ്, താല്പര്യമുണ്ടോ സീരിയലുകളിൽ അഭിനയിക്കാൻ? തീർച്ചയായിട്ടും അല്ല. സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടി ഒരുപാട് വിളിക്കുന്നുണ്ട്. ഞാൻ പിന്നെ അങ്ങനെ സീരിയലിൽ നിന്ന് മാറി നിന്നൊന്നും അല്ല കേട്ടോ. അഭിനയം രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഞാനൊരു 10 സീരിയൽ സുഖു എന്ന് പറഞ്ഞ ആ സ്ത്രീ, ഞാനും സിദ്ദിഖയും വിനയ പ്രസാദ് അവരൊക്കെ അഭിനയിച്ച അതിൽ എനിക്കൊരു മെയിൻ ക്യാരക്ടറാണ്. ശ്യാം പ്രസാദ്, വേണുഗോപാൽ എന്നൊക്കെ, PC വേണുഗോപാലൊക്കെ തന്നൊരു നല്ല ക്യാരക്ടറാണ്. അത് തന്നെ ഒരു 1000 എപ്പിസോഡ് പോയി. പിന്നെ കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞ സീരിയലിൽ വാഴപ്പള്ളി നകുലൻ എന്ന കഥാപാത്രം, അത് തന്നെ ഒരു 10,000 എപ്പിസോഡ് പോയി. അപ്പോൾ അത് നമുക്ക് ഡിഫറൻ്റ് ആയിട്ടൊരു സംഭവം ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടൊക്കെ മാറി നിൽക്കുന്നതാവും. പക്ഷേ സീരിയലാണെങ്കിലും എനിക്ക് ഒരുപാട് നാൾ വേറെ അടുത്ത് പോയി താമസിക്കും. എനിക്ക് വീടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ.
അപ്പോൾ ഇങ്ങനെ മാറി ഇപ്പോൾ തിരുവനന്തപുരത്താണ് സീരിയൽ കൂടുതൽ നടക്കുന്നത്. അതുകൊണ്ട് മാറി നിൽക്കാൻ അതല്ലാതെ മനഃപൂർവ്വം അല്ല സീരിയൽ അഭിനയിക്കാത്തൊന്നുമില്ല. ഒരുപാടെണ്ണം വിളിക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമയാകുമ്പോൾ പെട്ടെന്ന് വന്നു, കാര്യങ്ങൾ നടന്നു, അങ്ങനെ അങ്ങ് പോകുന്നു, അത്രേ ഉള്ളൂ. യാത്ര ചോദിക്കാതെ സിനിമ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് വൈകിയാണ് പുറത്തിറങ്ങിയത്. സ്വാഭാവികമായിട്ടും അതിനിടയ്ക്ക് പുതിയ ചിത്രങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഈ മേഖലയിൽ ഇപ്പോൾ തുടക്കക്കാരനൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരാൾ കൂടിയാണ് മനുരാജ് എന്ന നടനെ. അതുകൊണ്ട് പുതിയ വേഷങ്ങൾ എന്തൊക്കെയാണ് അടുത്ത പരിപാടികൾ, പുതിയ ചിത്രങ്ങളൊക്കെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? യാത്ര ചോദിക്കാതെ കണ്ടതിന് ശേഷം ഒരുപാട് ഓഫറുകൾ വരുന്നുണ്ട്. അത് 1-2 ഓഫറുകൾ വന്നു. ഒരുപാടെന്ന് പറയാം, 1-2 ഓഫറുകൾ വന്നിട്ടുണ്ട്. അതിൽ ഞാൻ 2 ചെയ്തിട്ടുണ്ട്. അത് നമ്മളിപ്പം ഒന്നും മാറ്റി നിർത്തുന്നത്, കാരണം എന്താ ക്ലിക്കാകുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്ന ചിത്രം ഇപ്പോൾ റിലീസാകാൻ പോകുന്നത് ശിഖാമണി എന്ന് പറഞ്ഞ വിനോദേട്ടൻ ചെയ്യുന്ന പടമാണ്. അതിൽ ഖാദർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അത് മെയിൻ ഒരു ക്യാരക്ടർ തന്നെയാണ്. അത് തേനിയിലായിരുന്നു, കൊരങ്ങണി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഷൂട്ടിങ്. അതിപ്പോൾ 28-ന് റിലീസാണ്. ഇപ്പം അതിനുശേഷം ഇപ്പോൾ ഡാൻസ് എന്ന് പറഞ്ഞ നിസാർക്കയുടെ ഒരു പടം, അത് റിലീസുണ്ട്. പിന്നെ ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു തലയോട്ടി കഥ എന്ന പ്രശാന്ത് മാമ്പള്ളിയുടെ ചിത്രം. പിന്നെ ദീപൻ ചേട്ടൻ്റെ പുതിയ മുഖത്തിന് ശേഷം AK സായൻ സാറ് എഴുതുന്ന സത്യ ജയറാമേട്ടന്റെ ചിത്രമാണ്. അങ്ങനെ 1-2 ചിത്രങ്ങളിൽ ഇങ്ങനെ കമ്മിറ്റ് ആയതുകൊണ്ട് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കും. ചുരുക്കി പറഞ്ഞാൽ മനു വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം സിനിമകളിലൊക്കെ സജീവമാവുകയാണ്. സജീവമാകുന്നു എന്ന് പറയാം. അത്രയും വലിയ തിരക്കൊന്നുമില്ല, എന്നാലും ആര് വിളിച്ചാലും കിട്ടും കേട്ടോ. ചിത്രങ്ങൾ ഒരുപാട് വിളിക്കുന്നുണ്ട്, സന്തോഷമുണ്ട്. അത്യാവശ്യം തിരക്ക് വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒന്നും നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്, എല്ലാം തീരുമാനിച്ചു വച്ചിരിക്കുന്ന പോലെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നാളെ ഇപ്പോൾ എന്താണ്, നാളത്തെ കാര്യം എന്നോട് ചോദിച്ചാൽ ഒന്നും അറിയില്ല. ഇന്നത്തെ കാര്യം എന്താണ്, അപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അറിയാം. അപ്പം നാളെ എല്ലാവരുടെയും കാര്യത്തിൽ അത് തന്നെയാണ്. പിന്നെ വളരെ സന്തോഷമാണ്, കാരണം വേറൊരു കാര്യമുണ്ട്. എനിക്ക് എൻ്റെ ഒരു ചേട്ടനെ പോലെ ഒരാളായിരുന്നു മണിച്ചേട്ടൻ. ഭയങ്കര സങ്കടകരമായ ഒരു കാര്യം. കാരണം ഞാൻ അമൃതയിൽ പോയി എനിക്ക് അധികം നേരം നിൽക്കാൻ പോലും തോന്നിയില്ല. എനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു കാര്യം, എന്തും നമുക്ക് തുറന്നു പറയാവുന്ന ഒരു ചങ്ങാതിയായിരുന്നു. ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറഞ്ഞാൽ അത് എൻ്റെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളെല്ലാം, പേഴ്സണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് നമുക്ക് ഒരു കോമഡി ആണെങ്കിലും എന്താണെങ്കിലും തുറന്നു പറയാവുന്ന മണിച്ചേട്ടൻ്റെ ഒരു സെറ്റിൽ മണിച്ചേട്ടൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ മണിച്ചേട്ടനിലേക്ക് പോവുകയാണ്. വന്നു കഴിഞ്ഞാൽ അതൊരു ഉത്സവമാക്കി മാറ്റാനുള്ള ഒരു നടൻ്റെ ഒരു കഴിവ്, അത് നടനല്ല, ഒരു നാട്ടിൻപുറത്തുകാരൻ്റെ കഴിവ്, അത് പലപ്പോഴും എന്നെ വളരെയധികം ചിന്തിപ്പിച്ചിട്ടുണ്ട്, ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. കാരണം അങ്ങേരുടേതായ ഒരു സഭയുണ്ടായിരുന്നു. ഓരോ ചിത്രങ്ങളും ഇപ്പോൾ കരീബിയനാണ് ഞാൻ അഭിനയിച്ച കരീബിയൻ, അതുപോലെ ചക്കരമാമ്പഴം, വാസന്തിക്ക് ശേഷം കുറേ ചിത്രങ്ങൾ, ഞങ്ങൾ വാറാൻ ലവ്, അങ്ങനെ കുറെ ചിത്രങ്ങൾ കലാഭവൻ മണി ഒരു താരത്തിന്റെ കൂടെ അല്ലെങ്കിൽ ആ ഒരു ചാലക്കുടിക്കാരന്റെ കൂടെ അഭിനയിച്ച ആളുകൾക്ക് അതൊരു വലിയ വേദന തന്നെയായിരിക്കും. കാരണം ഒരു പരിചയമില്ലാത്ത പ്രേക്ഷകർക്ക് പോലും ആ മരണം ഒരു വലിയ വേദനയായി നിൽക്കുമ്പോൾ തീർച്ചയായും നിങ്ങളെപ്പോലുള്ള സഹപ്രവർത്തകർക്ക് അതൊരു വലിയ തീരാ ദുഃഖം തന്നെയായിരിക്കും. നമ്മളത് അറിയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും യാത്ര ചോദിക്കാതെ എന്ന ചിത്രം ഒരു വലിയ വിജയമാവട്ടെ. അങ്ങനെ ആവട്ടെ കലാഭവൻ മണിക്കുള്ള ആദരം മലയാളം കൊടുക്കുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം മനുവിന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങളും ഈ ചിത്രവും ഒക്കെ മികച്ച വിജയമാവട്ടെ, വരും ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു താരമാവട്ടെ എന്ന് ആശംസിക്കുക കൂടി ചെയ്യുന്നു. വളരെയധികം നന്ദി മോർണിംഗ് ഷോയിൽ ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. ഓക്കെ, ഇനിയും ചിത്രം കാണാത്തവർ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി മണിച്ചേട്ടന് വേണ്ടി എങ്കിലും ചിത്രം കാണണം, അത് വിജയിപ്പിക്കണം. വളരെ സന്തോഷം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിഷു ആശംസകൾ. നന്ദി, നമസ്കാരം.